സാധാരണ ഒരു ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു വിഷയമാണ് ഒരു പെണ്ണ് വിഷയം. ഇത്രയും തരം താണതും വൃത്തികെട്ടതുമായ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇന്ന് നടമാടുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന് അതിശയോക്തിയല്ല, അത് യാഥാർത്ഥ്യമാണ്. ഇതൊരു അവിഹിതം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ട് അതിനെയൊക്കെ അവഗണിച്ച് വിടേണ്ട ഒരു കേസാണെന്നാണ് നമുക്ക് തോന്നിയത്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എന്താണെന്നുള്ളതും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെന്നുള്ളതും എന്തുകൊണ്ട് ഈ ഒരു ഇലക്ഷൻ സമയം ആകുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വരുന്നു എന്നുള്ളതും എല്ലാം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് CPM എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇലക്ഷൻ വരുമ്പോൾ ഒരു പെണ്ണുകേസ് ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നു. സ്വയം കാര്യസാധ്യം കാണാൻ വേണ്ടി, അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടീനെ സ്വന്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് കാണാനും ഒന്നിച്ച് കൂടെ നിർത്താനും പറ്റുന്ന ഒരു നേതൃത്വം ഇതിൻ്റെ അകത്തില്ല. ഒരു സക്സസ് മോഡലും ലോകത്തൊരിടത്തും ഈ കമ്മ്യൂണിസം കൊണ്ടുണ്ടായിട്ടില്ല. കമ്മ്യൂണിസം ഇന്ന് നിലനിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം പട്ടിണിയും പരിവട്ടവും എലിയെ ചൂട്ട് തിന്നുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇവിടെ അമേരിക്കയിലിരുന്ന് നോക്കുമ്പോൾ രാഹുൽ വിഷയം, വീണ്ടും ഒരു രാഹുൽ വിഷയം, സന്ദീപ് വാര്യർ വിഷയം, രാജ്മോഹൻ ഉണ്ണിത്താൻ വിഷയം, ഓരോ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന വിഷയം, എന്താണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിഷയം, കോർട്ട് എന്താണ് പറയാൻ പോകുന്നത്, പാലക്കാടിലെ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, കോൺഗ്രസിന്റെ താഴേക്കിടയിലുള്ള പാർട്ടി അണികൾ എന്താണ് ചിന്തിക്കുന്നത്, കോർപ്പറേഷൻ ഇലക്ഷൻ വരുന്നു, പഞ്ചായത്തില് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് തീരെ താഴേക്കിടയിലുള്ള പാർട്ടി അണികൾക്ക്, അവിടത്തെയുള്ള നേതാക്കൾക്ക് അവരുടെ ഒരു എന്താ പറയാ, ഇതാണ് ഒരു അവസരം എന്ന് പറയുന്നത്. കോർപ്പറേഷൻ ഇലക്ഷന്റെ നേതാക്കളാകുക, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയാകുക, അവിടെ ജയിക്കുക, കോർപ്പറേഷനെ തിരിച്ചു പിടിക്കുക. ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. ആ സമയത്താണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വന്നിരിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ സമയത്ത് ഏതൊരു ഇലക്ഷൻ എടുത്താലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നുണ്ട്. അത് കോൺഗ്രസ് സ്വയം ചാടുന്നതാണോ, ആരെങ്കിലും കൊണ്ട് കൈ പിടിച്ച് കൊണ്ടുപോയി ചാടിക്കുന്നതാണോ, ഇനി ഇതിനു വേണ്ടി PR വർക്കുകൾ നടക്കുന്നുണ്ടോ, എന്താണ് ഇതിന്റെ പിന്നിൽ? ഇവിടെ ഇരുന്നു കൊണ്ട്, അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇവിടെ നിന്ന് എത്തി നോക്കുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, ആളുകളുടെ സ്പന്ദനം എന്താണ്, നമ്മൾക്ക് എന്താണ് തോന്നുന്നത് എന്ന വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി പേര് ഒരുപാട് ചാനലുകളിൽ, ഒരുപാട് മീഡിയകളിൽ ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നടന്നു കഴിഞ്ഞതാണ്. ഞങ്ങളുടെ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ രാഷ്ട്രീയ രീതിയും ഇവിടുത്തെ എലക്ഷൻ രീതിയും വെച്ച് താരതമ്യം ചെയ്യുമ്പോഴത്തേനും എന്താണ് നമുക്ക് തോന്നുന്നത് എന്നതാണ് നമ്മളിവിടെ ചർച്ചാ വിഷയമാക്കുന്നത്. എന്താണ് ജിൻസുമോൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സാധാരണ ഒരു ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു വിഷയമാണ് ഒരു പെണ്ണ് വിഷയം. ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ രാഹുലിൽ ഇനിയിപ്പോൾ ഒരു 10 പെണ്ണ് പിടിച്ചു കഴിഞ്ഞാലും അത് ആരാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ആരാണ് ഈ വിഷയം എടുത്തുകൊണ്ട് വരുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. അമേരിക്കയിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഇതൊരു അവിഹിതം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ട് അതിനെയൊക്കെ അവഗണിച്ച് വിടേണ്ട ഒരു കേസാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ രാഷ്ട്രീയത്തിൽ അതൊക്കെ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ വെച്ച് ഏറ്റവും വലിയൊരു വിഷയമാണിത്. പ്രത്യേകിച്ച് CPM എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇലക്ഷൻ വരുമ്പോൾ ഒരു പെണ്ണുകേസ് ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നു. കാരണം ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഈ എന്നാ പറയണേ, ഇപ്പം എന്നൊക്കെ പറയാൻ പോലും പറ്റുമെന്ന് അറിയത്തില്ല. വിവാഹിതയായ ഒരാള് ഒരു അവിഹിതം അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായി എന്ന് പറയുന്നത് തെറ്റാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയല്ല. പക്ഷെ അതിനൊക്കെ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ടാകണല്ലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാർണിഷ് ചെയ്യാൻ വേണ്ടി, ഒരു തേജോവധം ചെയ്യാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വിഷയമാണ്. അത് ഏറ്റുപിടിക്കുന്ന ആരാണ്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറെ യാതൊരുവിധ ഒരു അവർക്ക് ഒരു വിഷയം ഇത് എടുത്തിടാനുള്ള ഒരു സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു പെണ്ണുകേസിന്റെ പുറകെ പോയി ഒരു സ്റ്റേറ്റിലെ എന്തെല്ലാം ദുർവ്യയമാണ്, എന്തെല്ലാം ഇതുമായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പൊ പോലീസിനെയൊക്കെ ദുരുപയോഗം ചെയ്ത് ഇപ്പൊ ഈ ഒരു പെണ്ണ് പിടിച്ച ഒരാളെ, രാഹുൽ ഇനി ആ പെണ്ണ് പിടിച്ചെങ്കിൽ ആ ഒരു പെണ്ണ് പിടിച്ച ആളെ തപ്പിക്കൊണ്ട് എന്തേരം സമയമാണ് ഇതിനു വേണ്ടി. കാരണം ഇത് രാഷ്ട്രീയ നാണക്കേടാണ് അല്ലേ അതിന്റെ പുറകെ പോവാന്ന് പറയുമ്പോ. അതെ, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കാരണം നമ്മുടെ നാട് ഗതി പിടിക്കാത്തതിന്റെ
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ വക പെണ്ണുകേഴ്സും ഒരു വക ഈ അതെ, പറഞ്ഞ ഉടായ്പും ഈ അതിന് പറഞ്ഞ പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളത്. കട്ട മുതല് കളവൊപ്പിക്കാൻ യാതൊരു വിധത്തെ ക്രെഡിബിലിറ്റി ഇല്ലാതെ കുറെ ഇതുണ്ട്. കമ്മ്യൂണിസം പറഞ്ഞിട്ട് ഇപ്പോഴും ഈ അണികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇത് അതെ, ആരാണ് പറയുന്നത്? അവരുടെ പാർട്ടിക്കകത്ത് തന്നെ 100 കണക്കിന് ആൾക്കാരിരിക്കുക. അങ്ങനെ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ഈ പറഞ്ഞ ബന്ധങ്ങളും അവിഹിതങ്ങളും ഒക്കെ ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. മനുഷ്യര് തമ്മിലുണ്ടാകുന്ന ബന്ധങ്ങളും റിലേഷനും ഒക്കെ നമുക്ക് വേറെ രീതിയിൽ അത് കൈകാര്യം ചെയ്യേണ്ട, അതാത് വേദികൾ കൈകാര്യം ചെയ്യണം. ഈ ഇലക്ഷൻ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക. കാരണം എത്രയോ ശ്രദ്ധ കിട്ടേണ്ട, അറ്റൻഷൻ കിട്ടേണ്ട നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് മൂടിപ്പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന് പ്രയോജനം കിട്ടേണ്ട ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനോ പ്രവർത്തിക്കാനോ ഉള്ള ദുർവ്യയമാണ്, ഈ സമയം നഷ്ടപ്പെടുത്തുവാണ് ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ കോൺഗ്രസിനൊരു നേതൃത്വം, ശക്തമായിട്ടൊരു നേതൃത്വമില്ല. ഒരു അലിഗേഷൻ ഉണ്ടായാൽ തന്നെ ഈ രാഹുൽ 10 പെണ്ണുങ്ങളുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു വിഷയം അത് ഒരു മെറിറ്റിലേക്ക് വരുന്നതിന് മുമ്പ് തമ്മി തല്ലിച്ചാണ്. അതിപ്പോ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ വിഷയത്തെക്കുറിച്ച്, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെ ഒരു വിഷയമായിട്ട് പെട്ടതാണ്. അതായത് ഈ ആ രീതിയിലേക്ക് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സമൂഹത്തിന് മുമ്പിൽ പൊതുജനം ഇതൊക്കെ കാണുമ്പോൾ അവരെന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്? ഈ ഹിസ്റ്ററി മുഴുവൻ ഇപ്പൊ പൊങ്ങി വന്നില്ല. അങ്ങോട്ട് ഒരാളും താൽക്കാലിക നേട്ടത്തിന് വേണ്ടി കോൺഗ്രസിനെ, അവരുടെ അണികളെ അല്ലെങ്കിൽ കൂടെ ഒന്നിച്ചു നിർത്തേണ്ട ഒരു സമയത്ത് അവരാരെയും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. ഈ ഇപ്പൊ ഒരു അവിഹിതം നടത്തി അല്ലെങ്കിൽ അത് കോടതിയിൽ പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് പോലീസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കുറ്റവാളിയാക്കുന്നതിനൊക്കെ പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങൾ പറയുമ്പോൾ പാർട്ടിക്കാർ, ഞാൻ പറയുകയാണ്, ഈ പൊതുജനം എന്ന് പറയുന്ന അല്ലെ പാർട്ടി വിശ്വാസികൾക്ക് ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാവരും മഹാത്മാഗാന്ധിമാരാണല്ലോ. നമ്മുടെ ഈ പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാരെല്ലാം മഹാത്മാഗാന്ധിമാരാണ്. അവരൊന്നും ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരാണ്. അവരാരും പറഞ്ഞ സ്വയം കാര്യസാധ്യം കാണാൻ വേണ്ടി, അതായത് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടീനെ സ്വന്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് കാണാനും ഒന്നിച്ച് കൂടെ നിർത്താനും പറ്റുന്ന ഒരു നേതൃത്വം ഇതിൻ്റെ അകത്തില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വളർന്നു വരുന്ന ഒരു നേതാവിനെ അല്ലെങ്കിൽ ആ നേതൃത്വത്തെ തല്ലിക്കെടുത്തുക എന്നുള്ള ഒറ്റ അജണ്ടയായിട്ട് മാത്രം ഇരിക്കുന്ന കുറെ കടക്കഴവന്മാരാണ് ഈ പാർട്ടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ശരിക്കും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകന്, അവർ ഈ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ അവനവന്റെ കാര്യം കാണുമ്പോൾ അവരുടെ പൊസിഷൻ നേടി അവർക്ക് സീറ്റ് തരപ്പെടുത്തി അവർ മത്സരിച്ച് ജയിച്ചു പോകും. പിന്നെ ആരെങ്കിലും പാർട്ടിയുടെ കൂടെ നിൽക്കുമോ? ഇപ്പം BJP എന്ന് വെച്ചാൽ BJP ഒരു കേഡർ സ്വഭാവമുണ്ട്. അവരുടെ കൂടെ നിൽക്കാനായിട്ട് അവർക്ക് പല സംഘടിത ഗ്രൂപ്പുകളുണ്ട്. CPM എന്ന് പറയുന്നത് എന്തൊക്കെ ഈ പറഞ്ഞ പരദൂഷണം പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അവർ ഭരണം പിടിക്കുകയും അവരെ കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വെച്ചാൽ ആ പാർട്ടിക്കകത്ത് എത്രയോ പേരാണ്, എത്രയോ കേസ് തെളിഞ്ഞ കേസുകളാണ്. എന്നിട്ട് ഈ അവിഹിതവും പറഞ്ഞിട്ട് വരുന്നത് ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിന്റെ അണികൾക്കൊന്നും ഒരു സാമാന്യ ബോധം ഇല്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇത് അവരെ കുറ്റം പറഞ്ഞിട്ട് ജിൻസ് പറഞ്ഞതിനോട് യോജിക്കുന്നു ഞാൻ. പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം അവരെ സംബന്ധിച്ച് ഒരു പുതിയ വാർത്ത കിട്ടുമ്പോഴത്തേനും അവരുടെ കാര്യങ്ങളെ മറയ്ക്കുന്നതിന് ഈ വാർത്തയെ ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്നുള്ളത്. ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഈ CPM-നെ കുറിച്ച്, കാരണം ഈ അവിഹിത കഥകൾ മെനയുന്ന കാര്യത്തിൽ അവർക്ക് ഇതിനകത്ത് PhDയും അതിൻ്റെ അകത്ത് പല അവാർഡുകളും കൊടുക്കേണ്ടതാണ്. കാരണം അവരിത് ഇവിടെ മാത്രമല്ല, അവർക്ക് ഈ പറഞ്ഞ ഒരു മൊറയിലുള്ള ഉപയോഗിക്കാൻ കോൺഗ്രസിന് അറിയാത്തതിന്റെ കുറവാണല്ലോ. കോൺഗ്രസിന് ആ നേതൃത്വമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ രാഹുൽ ഒരു വലിയ പെണ്ണുപിടിയനാണെന്ന് എഗ്രി ചെയ്താൽ തന്നെ ആ രാഹുൽ ഇപ്പൊ UDF-ന്റെ തലപ്പത്തിരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിക്ക് എന്നാണ് അലിഗേഷൻ? അദ്ദേഹത്തെ ഇവർ ചുവന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് ഇല്ലാത്ത കുഴപ്പം എന്ത് പ്രശ്നമാണ് രാഹുലിനുള്ളത്? PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ വേറെ പല ആൾക്കാരുടെ പേര് നമ്മൾ പറയുന്നില്ല. എത്ര വ്യക്തമായിട്ടൊരു അലിഗേഷൻ ആയിരുന്നു. അന്ന് വ്യഭിചാരം നടന്നു എന്ന് പറയുന്ന സ്ഥലം മേടിച്ച് കുഴി തോണ്ടി അതുവരെ പൊളിച്ച് വിറ്റ് കളഞ്ഞ ഒരു പാർട്ടിയാണ്. അദ്ദേഹത്തെ മുന്നിൽ കൊണ്ടു നടക്കുന്നതിന് അവിഹിതം ഒന്നും വിഷയമല്ല. അപ്പൊ ഈ ഒരു ആരോപണമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ അതൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ ജിൻസ് പറഞ്ഞില്ലേ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അതിന്റെ അണികൾ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോഴത്തേനും മറ്റു വിഷയങ്ങളെയൊക്കെ മൂടി മറയ്ക്കാൻ വേണ്ടി ഈ അവിഹിതവും പെണ്ണ് കേസും ഒക്കെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കോൺഗ്രസ് പാർട്ടിക്ക് അതിനുള്ള ഒരു ശക്തി ഇല്ലാഞ്ഞിട്ടല്ലേ? ഇത്രയും നാളും അവർക്ക് നേരം വെളുത്തിട്ടില്ല, ഇപ്പോഴല്ലേ അവർക്ക് നേരം വെളുത്തത്? എന്തുകൊണ്ട് ഇത്ര നാളും അവരത് ഉപയോഗിക്കാതെ ഇപ്പൊ അവര് പുറപ്പെട്ടിട്ടുണ്ട്? അതായത് അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്തെന്നുള്ള ഒരു ടാഗ് ലൈനോട് കൂടി അവരിപ്പോ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അത് അവർ നേരത്തെ പ്രയോഗിച്ചില്ല? അപ്പൊ അത് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. ആ ഒരു യൂണിറ്റി എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരു ശക്തമായ നേതൃത്വം, എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ കൂടെ നിർത്തുകയും അവരെ ഒപ്പം നിന്ന് നയിക്കാൻ പറ്റുന്ന നേതാക്കൾ ഇല്ലാത്തതിന്റെ കാരണം ഇതെല്ലാം ഒരു ഒറ്റ തിരിഞ്ഞ് ഓരോരോ ഗ്രൂപ്പുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമുക്ക് പറയാം. ഇപ്പൊ KPCC പ്രസിഡന്റ് ആയിട്ട് പുതിയതായിട്ട് വന്ന ഒരാൾ, അദ്ദേഹം കളം പിടിച്ചു തുടങ്ങിയിട്ടില്ല.
ആ കളം പിടിച്ചു തുടങ്ങാത്തതിന്റെ ഒരു കാരണം അദ്ദേഹം ജൂനിയർ ആണ്. സാധാരണ വന്ന് ഇങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടിയ ഒരു പദവിയിലേക്ക് വരുമ്പോൾ അത്രമാത്രം ഒരു ആജ്ഞാന ശക്തിയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ആ പെട്ടെന്ന് ഈ പറഞ്ഞ താപ്പാനകളൊന്നും മെരുക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞ കുറെ കളവുമാർ 6-7 തവണ 8 തവണ MP ആയിട്ട് മത്സരിച്ച കുറെ ആൾക്കാർ ഈ ഒരു ലീഡർഷിപ്പിനെ മുഴുവൻ കംപ്ലീറ്റ് മാറ്റിയിട്ട് പുതിയ തലമുറയെ ഈ പാർട്ടിക്കകത്ത് കൊണ്ടുവരണം. ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റണം. കാരണം ഇപ്പം പണ്ട് നമ്മൾ പറയും 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നുള്ളൂ, എ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഐ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വളരെ ശക്തമായ 2 ഗ്രൂപ്പുകളായിരുന്നു. ഇന്ന് കോൺഗ്രസിന്റെ അകത്ത് ഒരു 10 ഗ്രൂപ്പെങ്കിലും ഉണ്ട്. ഒരു സാധാ MLA വരെ സ്വന്തമായിട്ട് തോളത്ത് കൈയിട്ട് ഒന്നിച്ച് കള്ളു കുടിക്കാൻ പോകുന്ന ഗ്രൂപ്പാണെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് പോകുന്നത്. അങ്ങനെ ഇതൊരു അഴകുഴമ്പൻ സെറ്റപ്പ്. 2 ഗ്രൂപ്പൊക്കെ ഉള്ള സമയത്തുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പ്രവർത്തിച്ച് അവരുടെ ഒരു ഇലക്ഷനൊക്കെ വന്നു കഴിയുമ്പോൾ കരുണാകരനാണേലും മേഘാന്റണി ആണേലും ഒരു പാർട്ടിക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിൽ വരില്ല. ഇവർ പാർട്ടിക്ക് ദോഷം ഉണ്ടായാലും കുഴപ്പമില്ല, ഞങ്ങളുടെ കസേര ഉറക്കണം എന്നുള്ള ഒരൊറ്റ പരിപാടിയാണ് തന്നെ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ CPM-ഉമായിട്ട് കൃത്യമായിട്ടുള്ള അന്തർധാര കേരളത്തിലെ BJP നേതൃത്വത്തിനുണ്ട്, കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കുണ്ട്. ഒരു സംശയമില്ല. അവർ കൊടുക്കുന്ന അപ്പകഷ്ണങ്ങൾ മേടിച്ചു കൂട്ടുന്ന കുറെ കോൺഗ്രസ്സുകാർ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിടത്തോളം കാലം ഈ പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഇത്ര കൃത്യമായിട്ട്, അതായത് ഓർഗനൈസ്ഡ് ആയിട്ട് ലൂട്ട് ചെയ്ത് കേരളം എന്ന് പറയുന്ന ഇത്രയും ഒരു നല്ല അത്രയും മാത്രം ഒരു വികസന സാധ്യതയുള്ള ഒരു സംസ്ഥാനത്തിനെ ഒരു 4ാം കട സ്റ്റേറ്റ് ആക്കി മാറ്റിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ ഒരു ആശയമാണ്. ഈ പറഞ്ഞ ഒരു ഇസം മാറാതെ ഈ നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടിയല്ല. അതിനെ എതിർക്കാൻ പറ്റുന്ന ശക്തമായ ഒരു നേതൃത്വമോ രാഷ്ട്രീയമോ ഒരു ഐഡിയോളജിയോ ഒന്നും കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. കുറെ സ്ഥാനമോഹികളായിട്ടുള്ള കുറെ ആൾക്കാർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി. കാരണം നമ്മളൊക്കെ പുറത്തു നിന്ന് രാഷ്ട്രീയം കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇന്ന് സാധാരണയിൽ ഇല്ലാത്ത രീതിയിൽ പണ്ട് ഒരു 10, 20 വർഷം 25, 30 വർഷം മുമ്പ് ഇല്ലാത്തൊരു ഉമ്മൻചാണ്ടിയൊക്കെ ഉള്ള കാലത്ത് KSUവിനെയൊക്കെ നിർമ്മിച്ചു കൊണ്ടുവന്ന പോലെ ഒരു പ്രവർത്തനം കഴിഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ പല കോളേജുകളും പല യൂണിവേഴ്സിറ്റികളിലും KSU യൂത്ത് കോൺഗ്രസും ഒക്കെ ശക്തമായ പ്രകടനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാഴ്ചവെച്ചുകൊണ്ട്, കാരണം യുവജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയായിട്ട് ഈ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ നേതാക്കന്മാർ ഈ പറഞ്ഞ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുന്നത്. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിഹിതത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനേ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കുന്ന ഒരു നെറുകേടുണ്ട്. കാരണം അവര് പാർട്ടി അണികളെ അവർ കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, അവരൊന്നും ഒരു ഗാന്ധിയന്മാരല്ല. നിങ്ങൾ ഇനി ഗാന്ധിയനായ കതറിട്ട് നടന്നാലൊന്നും നിങ്ങൾക്ക് ഗാന്ധിയനാകാൻ പറ്റുമല്ല, ഈ പാർട്ടിനെ നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാനും പറ്റിയല്ല. അതുകൊണ്ട് ഈ CPM-ന്റെ കള്ളത്തരങ്ങളും പൊള്ളയിലും ഈ നാടിനെ കൊള്ളയടിക്കുന്നതും ഈ സ്റ്റേറ്റിൽ 100 വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അവര് ഈ പറഞ്ഞ പെണ്ണുകേസിന്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യമുള്ളല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പറഞ്ഞ ആ ഒരു കേസിന് ആ ഏറെക്ക് അതിനെന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ, അപ്പം ഇപ്പൊ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ഊതി ഉറപ്പിക്കപ്പെട്ട ചില സംഭവങ്ങളായിരിക്കും. ഇതൊക്കെ നാളെ കുമിഴ പോലെ പൊട്ടാം. അത് കോടതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള പോലീസൊക്കെ ഇത് കണ്ടെത്തി അത് ആ രീതിയിൽ അതിനൊരു തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെ കുറ്റവിചാരണ ചെയ്യുന്നത് ഒരു പാർട്ടിക്കകത്തും അതാത് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള വേറെ വേദിയുണ്ടല്ലോ. ഇങ്ങനെ ഒരു ഇലക്ഷന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത് ഒരാളെയാണോ, ആയിരക്കണക്കിന് പാർട്ടിയുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ട് ഗ്രാസ് റൂട്ടിൽ മത്സരിക്കുന്ന ആൾക്കാരെയാണ് ഇത് ബാധിക്കുന്നത്. അതിന് കാരണം അത് ആർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. കുറച്ചുപേര് ഡൽഹിയിൽ ഇരുന്ന് ചിന്തിക്കുന്നു, കുറച്ചുപേര് ഇവിടെ ഇരുന്നു ഓരോരോ പറഞ്ഞു ഞങ്ങളെല്ലാം കൂടെ ഒത്തുകൂടി ഭയങ്കര അജണ്ടയും ആശയം എല്ലാം നടപ്പിലാക്കി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് കാണുമ്പോൾ അത് കേരളത്തിലുള്ള ഈ നേതാക്കന്മാരാണ് ഇന്ത്യയിലെ തന്നെ കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്നത്. കാരണം ഒരു സമയത്ത് കേരളത്തിലെ നേതാക്കന്മാർക്ക് കോൺഗ്രസിന്റെ അകത്തൊരു അപ്പർ ഹാൻഡ് കിട്ടി. ആ അപ്പർ ഹാൻഡ് അവർക്ക് കിട്ടിയ ആ നേതാക്കന്മാരെല്ലാം പേരെടുത്തോണ്ട് KV തോമസ് തൊട്ട് താഴോട്ട് ഇങ്ങോട്ട് ഇരിക്കുന്ന ആൾക്കാര് ആ പേരെണ്ണി നോക്കിയാൽ മതി. ഇവരൊക്കെ എത്രമാത്രം ഈ പാർട്ടിയെ മിസ്യൂസ് ചെയ്തു. ഞാൻ പറയുന്നത് ഇപ്പൊ AK ആന്റണി പോലും സ്വന്തം മക്കളെ പോലും ആക്കാൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ആശയം നടപ്പിലാക്കാൻ പറ്റാത്ത എന്ത് പാർട്ടിയാണ് ഇവരൊക്കെ വളർത്തുന്നത്? നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരാളെ നമ്മൾ പറയുന്ന ആശയം മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പം രാഹുൽ ഈശ്വറിന്റെ ഈ പറയുന്ന ഒരു പുരുഷ ഇത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അത് തന്നെ ഏറ്റു പറയാനായിട്ട് ആ ഭാര്യനെ അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ. ആ ഭാര്യ അത് ആ സെയിം അതേ സ്വരത്തിൽ തന്നെയല്ലേ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ചുമ്മാ ഈ പറഞ്ഞ ഒരു വിഷയം എടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്കെങ്കിലും ഇത് മനസ്സിലാകണ്ടേ. ഇത് സാധാ പെണ്ണുകേസാണ്, എല്ലാരും പോകുന്ന പണിയാണ്. ആ പണി പോയി സ്ഥിരമായിട്ട് നമ്മളുടെ സംസ്ഥാനത്ത് ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവ വികാസമാണ്. അതായത് ഇതൊന്നും മാത്രമല്ല, ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരനെന്നല്ല, ഏതൊരു ഇതായാലും
ഒരു സെലിബ്രിറ്റി ആവട്ടെ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാകട്ടെ, ഒരു ആളുടെ ഒരു ഇത് ഇങ്ങനെ ഒരു അവിഹിതം ആവട്ടെ, അല്ലെങ്കിൽ ഒരു പെണ്ണ് കേസ് ആവട്ടെ, അതിനെ ഒരു എക്സാജറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് പിന്നെ എന്താ പറയാ ഒരു വലുതാക്കി കാണിച്ചുകൊണ്ട് ഈ മീഡിയ അതിന്റെ പുറകെ പോവുക. ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്കത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള കാര്യം, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ ഈ ഇടയ്ക്ക് ഞാൻ എന്റെ വെക്കേഷന് ഞാൻ പോയ സമയത്ത് ഒരു നമ്മുടെ നാട്ടുകാരനല്ല, വേറൊരു നാട്ടുകാരനല്ല, ഒരു ആസാംകാരൻ പയ്യനുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ആ പയ്യൻ എന്നോട് പറയാണ്, ഇനി ഇലക്ഷൻ വരുമ്പോഴത്തേനും ഇലക്ഷനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു മാനദണ്ഡം ഉണ്ടാക്കുകയാണ്. ഞാനപ്പോ ചോദിച്ചു എന്ത് തരം, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കോൺവെർസേഷൻ നടക്കുകയാണ്. അപ്പൊ എങ്ങനത്തെ മാനദണ്ഡമാണ് ഉണ്ടാക്കേണ്ടത് പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇങ്ങനെ കോൺവെർസേഷനിൽ ഉരുത്തിരിഞ്ഞ ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചു വന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ജയിച്ചു വന്ന ആള് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഒരു പോയിന്റ് സിസ്റ്റം ഉണ്ടാക്കുക. അവർ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് ഒരു പോയിന്റ് സിസ്റ്റം ഉണ്ടാക്കുക. ആ പോയിന്റ് സിസ്റ്റത്തില് അവര് ഫെയിലിയർ ആകുകയാണെങ്കിൽ എത്ര പോയിന്റ് ആണോ നേടിയത്, എന്നിട്ട് ആ ഒരു പോയിന്റ് ഉണ്ടാക്കുക. ആ പോയിന്റ് അവർ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പിന്നെ എന്താ പറയുക എലിജിബിലിറ്റി ഇല്ലാതാക്കുക എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത യുവതലമുറ അതൊക്കെ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. കാരണം അങ്ങനെയൊക്കെ ചിന്തിച്ചു വരുമ്പോ ഇപ്പൊ ഒരു റോഡിന്റെ കാര്യം, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ കാര്യം, അല്ലെങ്കിൽ ഒരു ലൈബ്രറിയുടെ കാര്യം, അല്ലെങ്കിൽ എന്താ പറയാ കുടിവെള്ളത്തിന്റെ കാര്യം, വീടുകളുടെ കാര്യം, വിദ്യാഭ്യാസത്തിന്റെ കാര്യം, ഇതിനൊക്കെ ഓരോ പോയിന്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് അതിന് എത്രത്തോളം ആണ് ചെയ്തതെന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും അവരത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരിനി അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവർക്ക് എലിജിബിലിറ്റി ഇല്ലാണ്ടാവുക എന്ന് പറയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി അവരത് കൃത്യമായിട്ട് അവർ ചെയ്യും, അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകുക. അപ്പൊ യുവജനങ്ങള് അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോഴത്തേനും ആരെന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരു ശ്രദ്ധ പോലും ഇല്ലാതെ, പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേനും ഡിബേറ്റുകളൊക്കെ ഉണ്ടാവും, അതിലൊന്നും ശ്രദ്ധയില്ലാതെ എല്ലാ പേരും ഇതിന്റെ പുറകിലാ. അത് കാണുമ്പോ തന്നെ നമുക്കൊരു എന്തോ പോലെ തോന്നുവാണ്, ഇതല്ല ഇമ്പോർട്ടന്റ് എന്നുള്ളത് ശ്രദ്ധിക്കാതെ. അപ്പൊ ജേക്കബേട്ടന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മളുടെ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇവിടെ ഇരുന്ന് നോക്കുമ്പോഴത്തേനും ജേക്കബേട്ടന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഏറ്റവും വലിയൊരു കാര്യം നടന്നതാണ്, ഇത്ര കിലോ സ്വർണത്തിന്റെ ഒരു കാര്യം വന്നിരിക്കുന്നു. ഇപ്പൊ അതിനുശേഷം വന്നേക്കുന്നു പാത്രങ്ങൾ, 1.5 കോടിയോ 1 കോടിയുടെയോ പാത്രം മേടിച്ചതിൽ എന്തോ കളവ് നടന്നെന്ന് പറയുന്നു. പിന്നെ അരവണയുടെ കാര്യത്തിലോ നെയ്യുടെ കാര്യത്തിലെങ്ങാണ്ട് ഇത് നടന്നെന്ന് പറയുന്നു. ഇതൊക്കെ എല്ലാം മാറ്റി മറിച്ച് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം തന്നെയാണ്. ഒരു നിയമ സാമാജികൻ ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇതൊക്കെ മാറ്റി മറിച്ച് വെച്ചുകൊണ്ട് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് ജേക്കബേട്ടന്റെ അഭിപ്രായം? ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനം, അതിനൊരു പ്രത്യേക സത്യസന്ധതയുണ്ട്, അതിന് സുതാര്യതയുണ്ട്, അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്നതും മലീമസമായതും ഇത്രയും തരം താണതും വൃത്തികെട്ടതുമായ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇന്ന് നടമാടുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന് അതിശയോക്തിയല്ല, അത് യാഥാർത്ഥ്യമാണ്, അതൊരു ഫാക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാലാകാലങ്ങളായി ഈ കേരളം ഇന്ന് നമ്മൾ ഈ എല്ലാ രീതിയിലും വിദ്യാഭ്യാസത്തിലും അല്ലെങ്കിൽ പ്രബുദ്ധതയിലും മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെയും ഒരു സ്ത്രീ വിഷയമില്ലാതെ നമുക്കിടെ കേരളത്തിൽ ഒരു എരിവും പുളിയും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ ബോധം മനസ്സിലാക്കി എത്തിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇന്ന് ഇലക്ഷനിൽ ഒരു സാമൂഹ്യമായ ഒരു പ്രതിഭാസത്തെക്കാൾ സാമൂഹ്യമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു ഇഷ്യൂവിനേക്കാൾ അപ്പുറമായിട്ട് സെൻസേഷണലായിട്ടുള്ള ഇത്തരം വിഷയങ്ങളിലേക്ക് ആണ് ഇന്ന് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. എല്ലാ കാലങ്ങളിലും ഏത് വിധമായിട്ടുള്ള ഈ സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും അതിനെയെല്ലാം അപ്പുറമായിട്ട് അങ്ങേയറ്റം മലീമസമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം തരം താണ ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ ഏഴാംകിട രാഷ്ട്രീയം എന്ന് പറയാം, അതിനെ പോളിഷ് ചെയ്തെടുക്കുന്ന ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് CPM തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. നമുക്ക് തങ്കമണി കേസായാലും ഈ ഐസ്ക്രീം പാർലർ കേസായാലും സൂര്യനെല്ലി ആയാലും പിന്നെ അവിടുന്ന് ഓരോ കാലങ്ങളും ഇല്ലാത്ത എന്തിനധികം പറയും ഒരു ഇര പോലും കിട്ടാത്ത സമയത്ത് പോലും നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ
അദ്ദേഹത്തിനെ എന്താ പറയുക അങ്ങേയറ്റം തേജോധം ചെയ്ത് പരലോകത്തൊക്കെ അയച്ചതും ഈ ഇതുപോലെയുള്ള ഒരു ഹിഡൻ അജണ്ടയായിരുന്നു. കാരണം എല്ലാ രീതിയിലും ഇവർക്ക് ഒരു പെൺവിഷയമില്ലാതെ അല്ലെങ്കിൽ സ്ത്രീ വിഷയമില്ലാതെ മുന്നേറാൻ പറ്റില്ല. ഈ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പൊ രാഹുൽ പാർട്ടിയെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അതിനു വേണ്ടിയുള്ള ശിക്ഷ അനുഭവിച്ചേ തീരും. അതിനകത്ത് രണ്ട് പ്രശ്നമില്ല, രണ്ട് തർക്കമില്ല. പക്ഷേ ഇവിടുത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാഹുല് അത്യധികമായിട്ട് ഇവിടെ വഞ്ചിച്ചിരുന്നത് കോൺഗ്രസ് പ്രവർത്തകരെയാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം വഞ്ചിച്ചു എന്ന് ഞാൻ കരുതുന്നത് പാലക്കാടൻ ജനതയാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം വഞ്ചിച്ചത് ഞാൻ കരുതുന്നത് രാഹുൽ ഈശ്വരനെയാണ്. അതല്ലാതെ അദ്ദേഹം കട്ട സപ്പോർട്ടുകൾ നമുക്ക് ഓൺലൈൻ മീഡിയ ഉണ്ട്. ഇപ്പൊ ITI ന്യൂസ് ആയിക്കോട്ടെ, മറ്റു ഈ പലവിധ ചാനലുകളായിരിക്കും. ഇവരൊക്കെ ഈ രാഹുൽ നാളെ സംശയത്തിന്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ അദ്ദേഹം കുറ്റാരോപിതനാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവരെ ന്യായം എന്തായിരിക്കും? പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഉള്ളിലിരിപ്പ് അവര് ഗാന്ധിയെക്കാളും വലിയ ഗാന്ധിയന്മാരായി പോവുകയാണ്. സത്യസന്ധമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അവരെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ തോന്നും ഒരു രാഷ്ട്രീയ നേതാവിന് ഒട്ടും തന്നെ താല്പര്യമില്ല. എല്ലാവർക്കും സ്ഥാനവും മാനവും കസേരവും ഈ കതർ ഷർട്ടുമിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടിക്കതക്കുകയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയത്. കാരണം ഇവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ശക്തമായിട്ട് നടപ്പിലാക്കുന്ന പാർട്ടി എന്തായാലും ഇവിടെ BJP അല്ലെങ്കിൽ CPM ആണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. അവർ എത്രത്തോളം ഒരു കളങ്കിതരായിക്കോട്ടെ, എത്രത്തോളം അവർ കുറ്റാരോപിതരായിക്കോട്ടെ, എത്രത്തോളം ആരോപണരായിക്കോട്ടെ, അടിത്തട്ടിൽ പോയിട്ട് അവർ ഈ ആദിവാസികളോ അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിന് നിഷ്കാസിതരായ ആൾക്കാരോ എവിടെ ചേരി പ്രദേശങ്ങളെല്ലാം പോയിട്ട് അവരെ വീടാന്തരം കയറി ഇറങ്ങി അവർക്ക് ഒരു വേണ്ട രീതിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുവാൻ അവർ കാണിച്ച ഒരു ശുഷ്കാന്തി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഈ കോൺഗ്രസ് കാലാകാലങ്ങൾ വളർന്നു വന്നത് ഇവിടുത്തെ യുവജനങ്ങളാണ്. ത്രസിക്കുന്ന യുവ രക്തമാണ്. വയലാർ രവി ആകട്ടെ, അല്ലെങ്കിൽ VM സുധീരനാകട്ടെ, AK ആന്റണി ആയിക്കോട്ടെ, ഉമ്മൻചാണ്ടി സാർ ആയിക്കോട്ടെ, ഇവരെല്ലാം കാലാകാലങ്ങളിൽ അന്നത്തെ യുവശബ്ദങ്ങളായിരുന്നു. അന്നത്തെ ഈ ചലിക്കുന്ന യുവശബ്ദങ്ങൾ വന്ന് അവർക്ക് ഒരു ആദർശത ഉണ്ടായിരുന്നു, അവർക്ക് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു, അവർക്ക് സാമൂഹ്യ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാറുകയായിരുന്നു. ഇപ്പൊ കരുണാകരനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർ അങ്ങനെ ആ രീതിയിൽ പാർട്ടിയെ കോർഡിനേറ്റ് ചെയ്യുകയും ആ രീതിയിൽ പാർട്ടിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അതൊരു പാർട്ടിയിലെ വലിയ ഊർജ്ജം കൊണ്ടുവന്നിരുന്നു. ആ ഊർജ്ജം തന്നെയാണ് 9 സീറ്റിലേക്ക് പോയിരുന്ന കോൺഗ്രസിന് തിരിച്ചു കൊണ്ടുവന്നത് തന്നെ. ഒന്ന് ജനകീയ സമരങ്ങളിലൂടെയും മറ്റ് പലവിധമായ പ്രശ്നങ്ങളിലൂടെയും യുവരക്തങ്ങൾ അത് ഏറ്റെടുത്തു. പിന്നീട് തിരുത്തൽ ശക്തിയായിട്ട് MI ഷാനവാസും G കാർത്തികേയനും അതുകൂടെ രമേശ് ചെന്നിത്തലയൊക്കെ വന്നു. ഒരു തിരുത്തൽ ശക്തിയാണെന്ന ഒരു തിരിച്ചറിവിൽ ഒരു കേരളത്തിന് വലിയൊരു വൈബ് ഉണ്ടാക്കി. പക്ഷേ ആ വൈബ് അധികം മുന്നോട്ട് പോയില്ല. അതെന്താ പറയുക, അത് ഈ പറഞ്ഞ കരുണാകരനും അല്ലെങ്കിൽ AK ആന്റണിയുമുള്ള ഒരു രാഷ്ട്രീയ കേരളത്തിൽ അത് അസ്തമിച്ചു എന്ന് പറയാം. പിന്നീട് അത് ജീവൻ വെക്കുവാൻ അതിന് സാധിച്ചില്ല. പക്ഷേ ആ ഉമ്മൻചാണ്ടി എന്ന പ്രതിഭാധനായ ഈ കരുണാകരൻ എന്ന ആ ഒരു ദീർഘദൃഷ്ടിയോട് കൂടിയുള്ള ആ ചാണക്യ സൂത്രം അഭ്യസിച്ച ആ ഒരു വ്യക്തി, അങ്ങനെ ഒരു ചാണക്യൻ, ഇവരെല്ലാം കേരള രാഷ്ട്രത്തിൽ നിന്ന് ഒരു കുറച്ച് ചില ഒരു പ്രതിപാദനപരമായ യുവജനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഒരുപാട് സംവരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ചില കണ്ടുപിടുത്തങ്ങളാണ് നമ്മുടെ VS ശിവകുമാർ. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പല അപഖ്യാതികൾ, അതിൻ്റെ സഹോദരനെ കുറിച്ച് പല അപഖ്യാതികളും എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ ചില പുതുമുഖങ്ങളെ അണികടത്തിക്കൊണ്ടുവരുവാൻ, പിടിച്ചുകൊണ്ടുവരുവാൻ എന്താ പറയുക, നമ്മുടെ ഈ രാഷ്ട്രീയത്തിനെ ചുക്കാൻ പിടിച്ചവർക്കെല്ലാം കഴിഞ്ഞിരുന്നു. ഇപ്പൊ KV തോമസ്. പക്ഷെ ഇവരൊക്കെ എന്താ പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാൽ, ഈ യുവജനങ്ങളെല്ലാം കയറിപ്പറ്റി അവർക്ക് സ്ഥാനമാനമായപ്പോൾ പിന്നെ അവിടുന്ന് അവർ ആനപ്പുറത്തുനിന്ന് ഇറങ്ങാതെയായി. അവർ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ താഴെത്തട്ടിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വേണ്ട വിധം വർക്ക് ചെയ്യുവാനോ അവരെ ചലിപ്പിക്കാനുള്ള ഒരു ഊർജ്ജവും കാര്യക്ഷമതയും ഈ പറഞ്ഞ യുവജനങ്ങൾക്ക് ഇല്ലാതെ പോയി. ഇന്ന് എല്ലാവർക്കും ഉമ്മൻചാണ്ടി, എല്ലാവർക്കും കരുണാകരനും ആണെന്ന താല്പര്യമാകുന്നത്. ഇന്ന് പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ആരുമില്ല. എല്ലാവർക്കും കൊടി വേണം, എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വേണം. അപ്പൊ ഇന്നൊരു കോൺഗ്രസ് ഒരു അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വലിയൊരു തലമുറ മാറ്റം ഉണ്ട്, കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഏത് പാർട്ടിയുടെയും, ഏത് മതസംഘടന ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയിക്കോട്ടെ, അവിടെയെല്ലാം അതിൻ്റെ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് എപ്പോഴും യുവരക്തങ്ങളാണ്. യുവരക്തങ്ങൾ ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ യുവജനങ്ങൾ ഇല്ലെങ്കിൽ പോലും, പുതിയ തലമുറ ഇല്ലെങ്കിൽ പോലും
നമുക്ക് തീർത്തും അത് നിഷ്കരണം അത് ഇല്ലാതെയായി പോകും. ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടിക്ക് നിലനിൽപ്പില്ല. പക്ഷെ കോൺഗ്രസിനെ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു വൈബ് ഉണ്ടാക്കിയിൽ ഇപ്പൊ ഈ കുറ്റാരോപനായി നിൽക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അബിൻ വർക്കി, അതും അല്ലെങ്കിൽ കുറെ ഡോക്ടർ ജിൻഡോ ജോണം, അതുപോലുള്ള പിന്നെ BRM ഷഫീർ, പിന്നെ റിജിൽ മാക്കുറ്റി. അപ്പോൾ ഇതുപോലുള്ള കുറെ ആൾക്കാരൊക്കെ ഒരു പുതിയ വന്നപ്പം ഇത് ഈ യുവജനങ്ങളൊക്കെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു എന്താ പറയുക, ഒരു കിഴവൻ പാർട്ടിയായിട്ട് അസ്തമിച്ചു പോയി എന്ന് കരുതുന്ന ആ സമയത്താണ് ചാനൽ ചർച്ചയോടെയുള്ള ഒക്കെ ചാട്ടോളി പോലെയുള്ള അല്ലെങ്കിൽ പ്രതിയോഗിയുടെ വായ അടയ്ക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകി അവർ പാർട്ടിക്ക് ഒരു പുതിയ ആവേശം പകർന്നത്. പക്ഷെ ഈ ആവേശം എത്രത്തോളം നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ ഉദ്ദേശശുദ്ധിയെ ജനങ്ങളും അല്ലെങ്കിൽ പ്രേക്ഷകരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആൾക്കാരും ഒക്കെ അതിന് ഇപ്പോഴും ഒരു ഭയപ്പെടുന്നുണ്ട്. കാരണം ഇതിന് ഈ ചാനൽ ചർച്ച ഉണ്ടാകുന്നതല്ല റിയാലിറ്റി. കാരണം ജേക്കബ് പറഞ്ഞതിന്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. കാരണം ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഈ യുവതലമുറ ഈ പാർട്ടിയിലേക്ക് കൂടുതൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം, ഇപ്പൊ കോളേജുകളിലൊക്കെ ഈ അറിയാം, നമുക്കിപ്പോ SFIയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയം അവര് തല്ലുകൊടുത്തും അല്ലെങ്കിൽ കള്ളും കഞ്ചാവും ഒക്കെ ഉള്ള ഒരു കോക്കസ് ഗ്രൂപ്പുകളാണ് പല ക്യാമ്പസുകളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കണ്ട് ആകൃഷ്ടരായിട്ടാണ് യുവതലമുറ അതിലേക്കൊക്കെ പോയി അതിന്റെ അകത്ത് പെട്ട ഒരു ആശയത്തിൽപ്പെടുന്നത്. അത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവരൊക്കെ ആ പാർട്ടി ആശയത്തോട് മാറുകയും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആശയത്തിന്, ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ആശയത്തിന് ഈ ലോകത്ത് ഒരു കാലത്തും നിലനിൽപ്പില്ലാത്ത ഒരു ആശയമാണ്. അങ്ങനെ ഒരു സോഷ്യലിസം ലോകത്ത് നടക്കാൻ പോകുന്ന ഒരു സക്സസ് മോഡലും ലോകത്തൊരിടത്തും ഈ കമ്മ്യൂണിസം കൊണ്ടുണ്ടായിട്ടില്ല. കമ്മ്യൂണിസം ഇന്ന് നിലനിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം പട്ടിണിയും പരിവട്ടവും എലിയെ ചൂട്ട് തിന്നുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലുമൊക്കെ രാജ്യം വികസിച്ച് നിന്നിട്ടുള്ള രാജ്യങ്ങൾ, ഇപ്പൊ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലൊക്കെ ചില പോക്കറ്റുകളിലൊക്കെ ഈ രാഷ്ട്രീയമുണ്ട്. ഇപ്പൊ നമ്മൾ പറയല്ലോ, നാട്ടിലിരിക്കുന്ന ആൾക്കാർ പറയും അമേരിക്കയിൽ കമ്മ്യൂണിസം ഉണ്ട്. അമേരിക്കയിൽ എന്ത് കമ്മ്യൂണിസം? അമേരിക്കയിലുള്ള കമ്മ്യൂണിസം വേറെ കമ്മ്യൂണിസമാണ്, അത് ഈ ടൈപ്പ് അല്ല. ഇപ്പൊ അങ്ങനെ വികസിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പോലും ഇവിടെ ഈ ഒരു കമ്മ്യൂണിസം കൊണ്ട് അവരുടെ ഒരു ആശയഗതിയിൽ വന്നിട്ടുള്ള ആ രാജ്യങ്ങൾ പോലും തകർന്നു പോവുകയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്ന വിവരവും വിദ്യാഭ്യാസമുള്ള, ലോകം കാണുന്ന, വിരൽത്തുമ്പിൽ ലോകം കിട്ടുന്ന ഒരു യുവതലമുറ വളർന്നു വരുന്നുണ്ട്. അവിടെയാണ് ഈ കോൺഗ്രസിന്റെ അടിത്തറ യുവജനങ്ങൾ ഈ പാർട്ടിയിലേക്ക് വരുന്നത്. പക്ഷെ അതിനെ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നേതൃത്വം നമ്മൾ കേരളത്തിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഒരു കാര്യം കൂടെ പറയാം, ഇപ്പൊ നമ്മളൊരു വീട്ടിലൊരു വിഷയം ഉണ്ടാകും, വീട്ടിലൊരു 5-6 മക്കളുള്ള ഒരു കുടുംബത്തിൽ ഒരാൾ വഴിവഴിച്ചു പോയി, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ടു. എങ്ങനെയാണ് ഒരു കുടുംബം, നല്ല കുടുംബനാഥനാണെങ്കിൽ ആ കുടുംബത്തെ എങ്ങനെയാണ് നേർവഴിക്കൊണ്ട് അദ്ദേഹത്തിന് ഉടനെ തന്നെ ചവിട്ടി പുറത്താക്കും, അവൻ ചെയ്തത് തെറ്റാന്ന് പറഞ്ഞ് പിന്നെ അപ്പനവനെ പറഞ്ഞു വിടുകയാണ് ചെയ്യണേ. അവനെ ഈ കൂടെ നിർത്തി അവന്റെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനെ കൂടെ നിർത്തണം. അത് അങ്ങനെയുള്ള ഒരു ക്രിമിനൽ വാസനയുള്ള ഒരാളാണെങ്കിൽ അതനുസരിച്ചുള്ള പരിഹാരം അതിന് ചെയ്യണേ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വന്തം കസേര ഉറപ്പിക്കുക എന്നുള്ള ഇത് അല്ലാതെ ആ ഒരു അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ജേക്കബേട്ടൻ അത് പറഞ്ഞായിരുന്നു, ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് എന്താ പറയാ, അണികൾക്ക് അത് ബാധിക്കും, ഇലക്ഷനെ അത് ബാധിക്കും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇലക്ഷൻ അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള നിരവധി ആയിട്ടുള്ള ചർച്ചകളിലോ അല്ലെങ്കിൽ പിന്നെ നിരവധി ആയിട്ടുള്ള വീഡിയോകളിൽ നമ്മൾ കാണുന്നത്, താഴേക്കിടയിലുള്ള ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇതൊന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എന്താണെന്നുള്ളതും, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെന്നുള്ളതും, എന്തുകൊണ്ട് ഈ ഒരു ഇലക്ഷൻ സമയം ആകുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വരുന്നു എന്നുള്ളതും എല്ലാം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത് ഒരു ഇലക്ഷനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇലക്ഷന്റെ വഴിക്ക് അത് പോകുന്നുണ്ട്. ജനങ്ങൾ അത് കൃത്യമായിട്ട് അത് അവർ സെൻസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൃത്യമായിട്ട്, എന്തിനെ മറയ്ക്കാനാണ് ഇത് കൊണ്ടുവന്നെന്നുള്ളതും, എല്ലാ ഇലക്ഷൻ സമയത്തും ഇങ്ങനെ ഓരോ അവതാരങ്ങൾ അവതരിക്കുന്നു എന്നുള്ളതും. ഞാൻ വീണ്ടും പറയുന്നു, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു നിയമസാമാജികനാണ്. നിയമസാമാജികന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അത് കൃത്യമായും അത് അന്വേഷണ വിധേയനായിട്ട് അത് കൃത്യം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം എന്താ പറയുക, കോടതി വിധിക്ക് കോടതി വിധിയുടെ തീരുമാനത്തിനനുസരിച്ച് അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനു മുന്നേ നമ്മൾ തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ല
എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇതെല്ലാം നമുക്ക് മീഡിയയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്ന, മീഡിയ വഴി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക്. അതുകൊണ്ട് നമുക്കൊന്നും അറിയത്തില്ല. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ലയോ ഒന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇത് എക്സാജറേഷൻ ആണ്, എല്ലാം എക്സാജറേഷൻ ആണ്, നമുക്കൊന്നും അറിയത്തില്ല. സോ അതുകൊണ്ട് എലക്ഷൻ എന്ന് പറയുന്നത് എലക്ഷന്റെ രീതിയിൽ തന്നെ പോകും. ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇത് എങ്ങനെയാണ്, ഇത് എന്താണ് സംഭവം എന്നുള്ളത്. കാരണം ഇതിന് ഏറ്റവും ജനങ്ങൾ എന്താ പറയാ എടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെയും ആ സർക്കാർ വീഴാനുണ്ടായ കാര്യവും എന്താണ് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളതൊക്കെ തന്നെയാണ് ജനങ്ങൾ എടുത്തിരിക്കുന്നത്, ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇത് ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇലക്ഷനെയോ സ്ഥാനാർത്ഥികളെയോ ഇത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങള് കാത്തിരുന്ന ഒരു ഇലക്ഷനാണ്. സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതും ഇതിനു മുൻപിരുന്ന കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഇതിനു മുമ്പിരുന്ന പഞ്ചായത്ത് മെമ്പേഴ്സ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ കോർപ്പറേഷൻ മെമ്പേഴ്സ് എന്താണ് അവരുടെ ഏരിയക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ളതിന് തീരുമാനത്തിലായിരിക്കും ഈ ഇലക്ഷന്റെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയാണ്. ഈ ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യുന്ന സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ മത്സരത്തിൽ അവരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒരു 10 വോട്ട് പോലും വ്യത്യാസം വന്നാൽ പോലും അവരെ കാര്യം അതിനെ ചെറിയ രീതിയിലൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കുറച്ചുകൂടെ ഞാൻ പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഇത്രയും വിദ്യാഭ്യാസത്തിലും ഉന്നത ജീവിത നിലവാരത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ഈ വൈകാരികമായ പൈങ്കിളി കഥകൾ ഉള്ള മനുഷ്യന്റെ ബന്ധങ്ങളിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ ചർച്ചയാവുകയും അത് ഇതുപോലെയുള്ള ഒരു മത്സര സമയത്ത് അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയും ചെയ്യുന്ന ഈ കൊണ്ടുവരുന്ന ആൾക്കാരുടെ ഒരു ക്രെഡിബിലിറ്റി തന്നെയാണ് നമുക്ക് വരുന്നത്. അവർ ഇതിനെയൊക്കെ ഉപയോഗിക്കുക. ഈ കാലം മാറിയിട്ട് ജെൻസി ഇന്നത്തെ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നതൊക്കെ വേറെ പല കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ കാലെ പിടിച്ച് വലിച്ചു അടിച്ച് നമ്മളെ വീണ്ടും ഈ എന്നാ പറയുക കുളത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെയുള്ള കുറെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇന്ന് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞ പറയാം. ഇപ്പൊ രാഹുലിന് ഇതിനു മുമ്പിൽ രാഹുലിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ ഒരു ഇത് അവസാനിപ്പിക്കാം. കാരണം രാഹുലിനുള്ള കാര്യത്തിന് വെച്ചാൽ രാഹുൽ ഇപ്പൊ CPM ചെന്ന് കഴിഞ്ഞാൽ രാഹുലിന്റെ തീവ്രതയൊക്കെ കൃത്യമായിട്ട് അവർ അളന്നിട്ട് അവർ വേണ്ട സ്ഥലത്ത് അവരെ പ്ലേസ് ചെയ്യും. രാഹുലിന് ആ പാർട്ടിയിൽ നിന്ന് രാഹുലിന് നാളെ മന്ത്രിയാകാനും MLA ആകാനും ഒക്കെയുള്ള നല്ല സാധ്യതയുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് വാഷിംഗ് മെഷീനിലിട്ട് കുളിപ്പിച്ചു കൊടുത്തി എല്ലാ ഇങ്ങനെയുള്ള ആൾക്കാരെയും കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്കാണല്ലോ. ഇതിനൊക്കെ വല്ല നമ്മുടെ നാട്ടില് ഇതൊക്കെ ഒരു ടോപ്പിക്കായിട്ട് എടുക്കേണ്ട കാര്യമുണ്ട്. ഇലക്ഷൻ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് എന്തായാലും നാട്ടിലെ വിഷയങ്ങൾ നമ്മൾ ഇവിടെ ഇരുന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് എന്താ പറയാ ഒരു പുതുമയായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ വിഷമമുണ്ട്. കാരണം എടുക്കേണ്ട വിഷയങ്ങൾ കാര്യമായി എടുക്കാതെ വേണ്ടാത്ത വിഷയങ്ങൾ കാര്യമായി എടുത്തുകൊണ്ട് അത് ഒരു സെൻസേഷണൽ ആയിട്ട് അതിനു വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആളുകളുടെ ഒരു വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയോ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്നതിന്റെ ആ ഒരു അരോചകമായി തോന്നുന്നതുണ്ട്. ഇനിയെങ്കിലും എന്താ പറയാ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷയോടുകൂടെ വീണ്ടും ഇനി ഒരു ടോപ്പിക്കുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.